നമസ്കാരം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവനാകുക. നമ്മൾ അങ്ങനെയാണോ? ഇന്ന് വരെ നമുക്ക് ലഭിച്ചതിനെ കുറിച്ചോർത്ത് നാം നന്ദിയോടുകൂടി പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇത് എനിക്ക് ലഭിച്ചു എന്നോർത്ത് നാം നന്ദിയോടുകൂടി സ്മരിക്കാറുണ്ടോ? ഇല്ല. കാരണം നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചോർത്തുള്ള ഓട്ടമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യം കാണാം, അസൂയ കാണാം. കാര്യം അവർക്ക് കിട്ടിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ അവർക്ക് കിട്ടാത്ത ഒത്തിരി നന്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നാം അത് ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കാണത്തില്ല. ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് അതിനെ നന്ദിയോടുകൂടി ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും, സമാധാനമായിരിക്കും. അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ജീവിതം മനോഹരമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാകണമെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് വരെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് വളരെയധികം നന്ദി വേണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ ലഭിക്കും. പക്ഷെ നിങ്ങൾ നന്ദിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടത്തുമില്ല, നിങ്ങൾക്ക് നിരാശ മാത്രമേ കാണുകയുള്ളൂ. ജീവിതത്തിൽ നന്ദിയുള്ളവരായി മാറുവാൻ ശ്രമിക്കുക. ഇന്നലെ വരെ നമുക്ക് ലഭിച്ചതെല്ലാം ഓർത്ത് സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ജീവിക്കുക. അങ്ങനെയെങ്കിൽ വിജയം നിങ്ങളുടെ മുമ്പിലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയുള്ളവരായി മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു.